أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة اتقوا الله عباد الله. ഈ സൊഫുകളൊക്കെ ഒന്ന് ശരിയാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ടു പോകുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതിക ലോകത്ത് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹവും അതേസമയം വലിയ അമാനത്തും പരീക്ഷണവും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. മക്കള് ഭൗതിക ലോകത്തിന് അലങ്കാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കളും സമ്പാദ്യവുമൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫിന്റെ 46 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മക്കൾ എത്രമേൽ വലിയ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടാൻ വിവാഹം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു കുഞ്ഞിന് ലഭിക്കാതെ, ഒരു കുഞ്ഞിനെ കാണാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം മക്കൾ എത്രമേൽ നമുക്ക് അലങ്കാരവും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയും നൽകുന്ന അനുഗ്രഹമാണ് എന്ന്. ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മക്കൾ, അല്ലാഹു തആല നൽകിയ ഈ മക്കൾ എന്ന് പറയുന്ന അനുഗ്രഹത്തിന് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നും ഈ മക്കൾ നൽകി അല്ലാഹു തആല തന്നെ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും കണ്ടെത്തേണ്ടുന്ന കാര്യമില്ല. എല്ലാം നമ്മുടെ പ്രമാണങ്ങളിൽ, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, ആ കുട്ടിയെ എങ്ങനെ ശ്രദ്ധിച്ച് പരിപാലിക്കണം എന്നതിന്റെ അടിമുതൽ അതിന്റെ മുഴുമേഖലകളെയും പരാമർശിക്കുന്ന ഉപദേശങ്ങൾ കാണാം. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിലും ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ക്ലാസുകൾ കാണാം. നമ്മൾ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും പരിശോധിച്ചാൽ ദീനിൽ തന്നെ അതേ ഒട്ടേറെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അവർക്കും ജീവിതത്തിൽ വെളിച്ചം നൽകുന്നതുമായി ബന്ധപ്പെട്ട സകല ഉപദേശങ്ങളും നമുക്ക് പുറത്തുനിന്ന് സ്വീകരിക്കേണ്ടെന്ന ഒരു കാര്യവുമില്ല. നമ്മുടെ പ്രമാണങ്ങളിലും വിശുദ്ധ ഖുർആനിൽ തന്നെയും അത് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്.
ഞാനിവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ച ഒറ്റ വചനത്തിന്റെ വിശദീകരണം തന്നെ പരിശോധിച്ചാൽ അതിൽ നിന്ന് കിട്ടും നമുക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് അവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ സൂറ തഹരീമിന്റെ 6-ാമത്തെ വചനത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, നരകത്തിൽ ചെന്ന് ചാടാത്ത വിധം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, എന്നിട്ട് അല്ലാഹു തആല നരകത്തിന്റെ ഭീകരത വർണ്ണിക്കുകയാണ്. നരകത്തിലെ ഇന്ധനം, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. കല്ലുപോലും കത്തിപ്പോകുന്ന വിധത്തിൽ അതിഭീകരമാണ് നരകം. നമ്മൾ അടുപ്പ് ഉപയോഗിച്ചിരുന്നവരാണ്. അടുപ്പിന്റെ കല്ല് കത്തുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ വിധത്തിലുള്ള കല്ലുപോലും കത്തും നരകത്തിൽ. അത്രമേൽ ഭീകരമാണ് നരകം. അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. ആ നരകത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ നിങ്ങൾ സ്വമേധയാ അതിനുള്ള രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, അവരെയും നിങ്ങൾ കാത്തുകൊള്ളണം. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അതിന് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് ദീനീ ബോധം നൽകുക എന്നതാണ്. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നൽകുക എന്നതാണ്. അല്ലാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ കുറിച്ചുമുള്ള കൃത്യമായ അവബോധവും നിർദ്ദേശങ്ങളും അവർക്ക് നൽകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ മക്കളെ ദീൻ അനുവദിച്ച ഏത് കാര്യവും പഠിപ്പിക്കാം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളിൽ ഡോക്ടർമാരുണ്ടാകണം, എഞ്ചിനീയർ ഉണ്ടാകണം, നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം, അതും വേണം. രാഷ്ട്രീയക്കാരുണ്ടാകണം, നല്ല ബിസിനസ്മാൻ അവരും ഉണ്ടാകണം. പക്ഷേ എന്ത് തന്നെയായാലും അതിലൊക്കെ അവരൊക്കെ നല്ല മതബോധമുള്ള ആളുകളായി മാറണം. മതബോധമുള്ള ഒരു ഡോക്ടർ, മതബോധമുള്ള ഒരു എഞ്ചിനീയർ, മതബോധവും ധാർമ്മിക ബോധവുമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, മതബോധമുള്ള ഒരു ബിസിനസ്മാൻ, ഇവരൊക്കെ നമ്മിൽ ഉണ്ടാകണം. ഒന്നും ദീൻ അനുവദിച്ച ഒന്നും നമുക്ക് അന്യമല്ല, എല്ലാം നമുക്ക് വേണം. ഒരു മതം പഠിച്ച ഒരു ഡോക്ടർ ആകുമ്പോൾ, ഒരു ഡോക്ടർക്ക് മതബോധമുണ്ടെങ്കിൽ അവന് ആ തൊഴിലുകൊണ്ട് അവന്റെ ഭൗതിക ലോകവും സുരക്ഷിതമാക്കാം, നാളെ പരലോകത്തേക്കും നീണ്ടുപോകും അതിന്റെ പ്രതിഫലം. കാരണം അവൻ ഒരു രോഗിയെ ചികിത്സിക്കുന്നത് അവന്റെ ശരീരത്തെ മാത്രമാവില്ല, അവന്റെ ആത്മാവിന് പോലും ചികിത്സ നൽകാൻ പറ്റും. ഒരു രോഗിയെ ചികിത്സിക്കുന്ന വേളയിൽ اللهم اشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാകും. അവന്റെ ശരീരത്തെ ചികിത്സിക്കുന്നതോടൊപ്പം ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടർ. തന്റെ അടുത്ത് ചികിത്സാ ആവശ്യാർത്ഥം വരുന്ന രോഗികളോട് വസിയത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന, മരണത്തോട് മല്ലടിക്കുന്ന ഒരു രോഗിക്ക് കെലിമ ചൊല്ലിക്കൊടുക്കുവാനുള്ള ബോധമുണ്ടാകുന്ന, രോഗം ബാധിച്ച് കിടക്കുന്ന രോഗിയോട് നമസ്കാരത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന, അവന്റെ കടബാധ്യതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ഡോക്ടർ. ആ വിധത്തിലുള്ള മതബോധമുള്ള ഡോക്ടർമാരുണ്ടായാൽ, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, മുഴുവൻ മേഖലകളിലും അങ്ങനെ ഉണ്ടായാൽ അവന്റെ ഈ സർട്ടിഫിക്കറ്റ് അത് അവന് പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു ഗുണമായി മാറും. അതല്ല എങ്കിൽ, അതില്ലാതെ പോയാൽ ആ സർട്ടിഫിക്കറ്റ് അവന്റെ ശ്വാസം നിലക്കുന്നതോടുകൂടെ അത് പിന്നെ ഫലശൂന്യമായി മാറും.
മാറിക്കഴിഞ്ഞ ഒരു ചെക്കിന്റെ ഫലമേ അതിനുണ്ടാകൂ. യാത്ര ചെയ്ത് അവസാനിച്ച ഒരു ടിക്കറ്റിന്റെ വിലയെ അവന്റെ മരണശേഷം ധാർമ്മിക ബോധമില്ലാത്ത ഒരാളുടെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ഉപകാരമുണ്ടാകൂ. നേരെ മറിച്ച് ധാർമ്മിക ബോധമുള്ള, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ഒരു ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയ മേഖലകളിലെല്ലാം ഉള്ള ആളുകൾ, അവർക്കെല്ലാം അവരുടെ ഈ തൊഴിൽ നാളെ പരലോകത്തും ഗുണം ചെയ്യുന്ന സുഹൃത്തമായി മാറുമെന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മക്കൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോധം അതാണ്. പലപ്പോഴും മക്കൾ നമ്മുടെ കണ്ണിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ല ഉദ്ദേശിക്കുന്നത്, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന വളരെ അപകടകരമായ ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ഹിജാബ് ധരിക്കുന്ന പെൺമക്കൾ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞു പോയാൽ ടീഷർട്ട് ധരിച്ച് യാത്ര ചെയ്യുന്ന പെൺമക്കളുണ്ട്. ട്രെയിനുകളിലും യാത്രാവേളകളിലും അവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടാൽ അല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ളവൻ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന രംഗങ്ങൾ പലപ്പോഴും യാത്രാവേളകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത്, അവരാരുമായാണ് ചാറ്റ് ചെയ്യുന്നത്, മുമ്പൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ആരാണെന്ന്, അവരുടെ കൂടെയാണ് അവൻ നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പ്രയാസമുണ്ടായിരുന്നില്ല. ഇന്ന് അവന്റെ കൂട്ടുകാരാരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായി മാറുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് സൂക്ഷ്മമായ ശ്രദ്ധയും അവബോധവും എപ്പോഴും അവരുടെ ഗുണകാംക്ഷിയായി നാം അവരുടെ കൂടെ ഇല്ലാതെ പോയാൽ മക്കൾ നമുക്ക് ഇവിടെ വെച്ച് മാത്രമല്ല പരലോകത്തും അവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം സജീവമായി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെയല്ല, പരലോകത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവേ ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കളായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് ഡോക്ടറാകണമെങ്കിൽ ധാരാളം പഠിക്കണം, എഞ്ചിനീയർ ആണെങ്കിൽ ധാരാളം പഠിക്കണം, ഒരു അധ്യാപകനാകണമെങ്കിൽ ധാരാളം പഠിക്കണം, നല്ല ഒരു ബിസിനസ്മാൻ ആകണമെങ്കിലും ധാരാളം പഠിക്കണം, ഒരു രക്ഷിതാവാകണമെങ്കിലോ, ഒരു നല്ല രക്ഷിതാവാകണമെങ്കിലോ അവനും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നത് മാത്രമല്ല, അതുകൊണ്ട് മാത്രം ഒരാൾ രക്ഷിതാവാകുന്നില്ല. അവന് നല്ല ഭക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷിതാവല്ല. നല്ല വസ്ത്രവും നൽകുന്നു എന്നതുകൊണ്ടും അവൻ രക്ഷിതാവല്ല. അതൊക്കെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതോടൊപ്പം അവന്റെ പരലോകത്ത് രക്ഷപ്പെടുവാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകണം. മകളെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ മഞ്ഞ ലോകത്തിൽ അവളെ കുളിപ്പിച്ച് പറഞ്ഞയക്കുന്ന വേളയിൽ മോളെ ഇത് ഞാൻ നിനക്ക് നൽകിക്കഴിഞ്ഞ ആഭരണമാണ്, മിതമായ രീതിയിൽ ആഭരണങ്ങൾ ധരിക്കാം. ആ ആഭരണം അവൾക്ക് നൽകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടുവാനുള്ള ബോധവും കൂടെ അവർക്ക് നൽകണം. അതിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടേണ്ടത് നീയാണ്, അത് നിന്റെ മുതലാണ്. അതിന്റെ സക്കാത്ത് നീ നൽകിയില്ല എങ്കിൽ നീയാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നൊരു ബോധം അവർക്ക് നൽകണം. അതാണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഈ സ്വർണം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ വലിയ സമ്മാനം ഈ ഒരു ഉപദേശമാണ്, ഈ ഒരു ബോധമാണ് അവരെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ വിധത്തിലെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഇരുലോകത്തും മക്കൾ നമുക്ക് കൺകുളിർമയാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പരമകാരുണ്യകനായ അടിമകളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ അവരുടെ വലിയ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പരമകാരുണ്യകന്റെ അടിമകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഇവരിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകുകയും ഭക്തരുടെ മുന്നിൽ നടക്കുന്നവരായി, അവരുടെ ഇമാമുകളായി
ഇവരെ നീ മാറ്റുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാരഥന്മാരായ സലഫുസ്സാലിഹീങ്ങൾ സ്വഹാബികൾ അടക്കമുള്ള പലരും പറഞ്ഞത് കാണാം. കൺകുളിർമ കിട്ടുക എന്ന് പറയുന്നത് നല്ല സുന്ദരന്മാരായ മക്കൾ ഉണ്ടാക്കുക എന്നതല്ല, കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ജനിപ്പിക്കുന്ന നല്ല സൗന്ദര്യമുള്ള ആണും പെണ്ണും കലർന്ന മക്കൾ ഉണ്ടാക്കുക എന്നതല്ല. അത് മാത്രമല്ല, മറിച്ച് ഇവിടെ കൺകുളിർമ എന്നതുകൊണ്ട് അതിപ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ അനുസരിച്ച് അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ലക്ഷണമൊത്ത ഒരു മുസ്ലിമായി ജീവിക്കുന്നത് കാണാൻ കഴിയുക, അതാണ് കൺകുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാരഥന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പോലെയുള്ള സ്വഹാബികളിലും താബീങ്ങളിൽപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നതായി കാണാം. അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ആ ഒരു ബോധമുണ്ടാക്കുക എന്നതാണ് അതിപ്രധാനം. നമ്മുടെ മക്കൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാം, അവർക്ക് നമുക്ക് ഏത് ഉപകരണങ്ങളും വാങ്ങിക്കൊടുക്കാം, ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാം, ഏത് നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാം. പക്ഷേ അത് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? മോനെ, നിന്റെ സകല കാര്യങ്ങളും സദാസമയവും നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് കൂടെയുണ്ടെന്ന ബോധം അവന്റെ മനസ്സിൽ ഉണ്ട് എങ്കിൽ, മഹാനായ ലുക്മാൻ എന്ന് പറയുന്ന അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ മകന് നൽകിയ സാരോപദേശം വിശുദ്ധ ഖുർആൻ പറയുന്നു. അവിടെ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു, ആഖിറത്തിനെ കുറിച്ച് പറയുന്നു, മാതാപിതാക്കളുടെ കടമയെ കുറിച്ച് പറയുന്നു, നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, പ്രബോധനത്തെ കുറിച്ച് പറയുന്നു, നടത്തത്തിന്റെ മര്യാദ പോലും പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു പേജ് മുഴുവൻ ഒരു പിതാവ് തന്റെ മകന് നൽകിയ ഉപദേശമാണ് സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയുക. അതിലൊരു വചനം ഇങ്ങനെയാണ്: യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ പൊന്നുമകനെ, നീ ചെയ്യുന്ന ഒരു കാര്യം അത് ഒരു ധാന്യമണി, ഒരു കടുകുമണിക്ക് തുല്യമാണെങ്കിൽ, അഥവാ അത്ര ചെറുതാണെങ്കിൽ പോലും, എന്നിട്ട് അത് ഭൂമിയിലോ ആകാശത്തോ ഒരു പാറക്കുള്ളിലോ എവിടെയാണെങ്കിലും, എത്ര രഹസ്യമാണെങ്കിലും, അതെത്ര ചെറുതാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരും. നമ്മുടെ മക്കൾ അവരുടെ സ്വകാര്യ റൂം ഭദ്രമായി അടച്ച് ആരും കാണുകയില്ല എന്ന് ഉറപ്പുവരുത്തി അവർ കേറിയിറങ്ങുന്ന സൈറ്റുകൾ, അവർ കാണുന്ന വേണ്ടാവൃത്തികൾ, ആ വേണ്ടാവൃത്തികളിൽ അവരെയൊക്കെ തടയാൻ ഈ ഒരായത്ത് മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ വാപ്പ ഇവിടെ ഇല്ലെങ്കിലും, എന്റെ ഉമ്മത് കാണുന്നില്ലെങ്കിലും, എന്റെ സഹോദരങ്ങളും കുടുംബങ്ങളും ഇത് അറിയുന്നില്ലെങ്കിലും, എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത, എന്റെ ഹൃദയത്തെ മനസ്സിലുള്ളത് എന്നെക്കാൾ അറിയുന്ന ഒരു റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കൈ വേണ്ടാവൃത്തിയിലേക്ക് നീങ്ങാൻ പാടില്ല, വേണ്ടാത്തതൊന്നും ഞാൻ കാണാൻ പാടില്ല. എനിക്കതിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. ഇതിന്റെ നല്ല വശങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ആ ഒരു ബോധം അവരിൽ ഉണ്ടാക്കാൻ ഈ ഒരായത്തിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ മതിയാകുമെന്ന് വിശുദ്ധ ഖുർആന്റെ ഈ വിവരണങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ വിധത്തിൽ മക്കളെ നമ്മൾ വളർത്തിയാൽ അവർക്കും പരലോകത്ത് രക്ഷപ്പെടാം, നമുക്കും രക്ഷപ്പെടാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ കാലശേഷവും നമുക്ക് ഗുണം ലഭിക്കുന്നവരായി അവർ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: ഇന്നല്ലാഹ യർഫഉ ദറജ ലിൽ അബ്ദി സ്വാലിഹ്. ഒരു നല്ല അടിമയുടെ ദറജ അല്ലാഹു തആല പരലോകത്ത് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ ഉയർത്തിക്കൊടുക്കും. അപ്പൊ അടിമ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്: യാ റബ്ബ് അന്നാ ലി ഹാദാ, എങ്ങനെയാണ് എനിക്ക് ഇത്രയും ദറജ ഉയർന്നു കിട്ടുവാനുള്ള കാരണം എന്താണ് ഈ സ്വർഗലോകത്ത് എന്നെ ദറജ എങ്ങനെ ഉയർന്നു പോകാനുള്ള കാരണം?
അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ അല്ലാഹു തആല ആ അടിമക്ക് നൽകുന്ന മറുപടി ബിസ്തിഗ്ഫാരി വലദിക ലക്. ഇത് ഈ ദറജ ഉയരാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിന്റെ മക്കൾ നിന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ ദറജ ഉയരുന്നത് എന്ന് പറയും. ആലോചിക്കുക, നമ്മളങ്ങ് കണ്ണടച്ചു പോയാൽ നമ്മുടെ മക്കൾ നമ്മുടെ പാപമോചനത്തിന്, നമ്മുടെ പാരത്രിക വിജയത്തിന് വേണ്ടി അവർ നിരന്തരമായി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ വിധത്തിൽ അവരെ വളർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅമലു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെല്ലാം അതോടുകൂടെ നിലച്ചു പോകും, അവസാനിക്കും, 3 കാര്യങ്ങൾ ഒഴികെ. എന്നിട്ട് റസൂൽ പറഞ്ഞത് സ്വദഖ ജാരിയ, ജാരിയ സദഖ, അഥവാ സാധാരണ നമ്മൾ വഖഫ് എന്ന് പറയുന്നത്, ഉപകാരപ്രദമായ അറിവ്, ഔവലദിൻ സ്വാലിഹിൻ യദഉല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം, അതും അവന്റെ മരണശേഷം അവൻ ഉപകരിക്കുന്ന കാര്യമാണ്. നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് വേണ്ടി മര്യാദക്ക് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന പോലും ചെല്ലാൻ അറിയാത്ത മക്കളാണോ? അങ്ങനെ ആളുകളുണ്ട്. നമ്മൾക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. സ്വന്തം പിതാവ് മരിച്ചിട്ട് ആ പിതാവിന് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരത്തിലുള്ള പ്രാർത്ഥന അറിയാതെ പ്രയാസപ്പെട്ട മക്കളെ എനിക്ക് പരിചയമുണ്ട്. അവസാനം എന്റെ വാപ്പാക്ക് വേണ്ടി നിർവഹിക്കാനുള്ള മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥന, ആ പ്രാർത്ഥന പോലും കൃത്യമായി നിർവഹിക്കാൻ അറിയാതെ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ആ സമയത്ത് വെപ്രാളപ്പെടുകയാണ്. ആ സമയത്ത് വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ആ വിധത്തിൽ നമ്മുടെ മക്കളാകാതിരിക്കാൻ, അവർക്ക് ശരിയായ ധാർമ്മിക ബോധം നൽകുന്ന വിഷയത്തിൽ നമ്മൾ ഒട്ടും വീഴ്ച വരുത്തിയിട്ടില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. വീഴ്ച വരുത്തിയാൽ കൃത്യമായി അല്ലാഹു തആലയുടെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ പറയാണ്, നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗം, അഥവാ മക്കളടക്കമുള്ള ആളുകൾ, അവരൊക്കെ സംരക്ഷിക്കേണ്ട മസ്ഊലിയത്ത്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചോ ഇല്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കും. ഇന്നല്ലാഹ സാഗിലുൻ കുല്ല റാഇൻ അമ്മസ്തറഅഹു ഹഫിള അംളിയ, ഏൽപ്പിച്ച ഉത്തരവാദിത്വം പാഴാക്കി കളഞ്ഞോ അതോ സൂക്ഷിച്ച് നിർവഹിച്ചോ എന്ന് ചോദിക്കും. അവന്റെ അവന്റെ കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിച്ചോ എന്ന് അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ട് മക്കൾ എന്ന് പറയുന്നത് വലിയ ഒരു നിഅമത്താണ് എന്നതോടൊപ്പം അതൊരു വലിയ അമാനത്ത് കൂടെയാണ്. ആ അമാനത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ചോദ്യം നേരിടേണ്ടി വരുമെന്നും അവിടെയുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അവന് നരകത്തിൽ പോകേണ്ടി വരുമെന്നും പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ തന്നെ നമുക്കത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, പഠിക്കാൻ പറ്റിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളക്കാരായ നമുക്ക് ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. 24 മണിക്കൂറും നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ 24 മണിക്കൂറും ഇസ്ലാമിക വിഷയങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന റേഡിയോ നമ്മുടെ നാട്ടിലുണ്ട്. പീസ് റേഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സംവിധാനം നമ്മുടെ 24 മണിക്കൂറും. നമ്മുടെ ജോലി നമുക്കതിനെ തടസ്സമാകുന്നില്ല. ഒന്നും തടസ്സമാകാത്ത വിധത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവ് അപ്പോഴൊക്കെ കേൾക്കുവാൻ പറ്റിയ, പഠിക്കാൻ പറ്റിയ പ്രോഗ്രാമുകൾ അതിലുണ്ട്. മക്കൾക്ക് പഠിക്കുവാനുള്ള പരിപാടികളുണ്ട്. അതിൽ അത് സംബന്ധമായി അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാമും അതിലുണ്ട്. ഇങ്ങനെ ഓരോന്ന്. ഇനി ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന മക്കൾക്കായി പ്രത്യേകമായി CRE എന്ന് പറയുന്ന സംവിധാനമുണ്ട്.
ഇനി പ്രായമായ ആളുകൾക്ക് വ്യവസ്ഥാപിതമായി ദീൻ പഠിക്കാൻ പറ്റുന്ന തദാറുക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇങ്ങനെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള പഠന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നതാണ്. അള്ളാഹുവേ അറിഞ്ഞില്ല എന്നൊരു കാരണം പറയാൻ ഒന്നും ഇവിടെ ബാക്കി ഉണ്ടാകില്ല. ഒരു 60 വയസ്സ് വരെ ഇവിടെ ഈ ഭൂമുഖത്ത് ജീവിച്ചാൽ അള്ളാഹുവിന് മുമ്പിൽ ഒരു കാരണം പറയാൻ അള്ളാഹു ബാക്കി വെക്കില്ല. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ്. പഠനത്തിന്റെ പിന്നിൽ ചില ആളുകൾക്കൊക്കെ ദുരുദ്ദേശമുണ്ടെങ്കിലും പഠനം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് ശക്തമായ ശത്രുത വെച്ച് പുലർത്തുന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ എന്ന് അതിനെ കുറിച്ച് പറയാനുള്ളൂ. അവർ പറഞ്ഞ വാചകം ശരിയാണ്, ഉദ്ദേശം പിഴവാണ്. ഖബർ തട്ടി നിരപ്പാക്കണമെന്ന് ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് എല്ലാ ഖബറുകളും തട്ടി നിരപ്പാക്കണമെന്ന് ബുഖാരി ഉദ്ധരിച്ചുകൊണ്ട് ദീനിന്റെ ശത്രുക്കൾ സംസാരിക്കുന്നു. ആ പറഞ്ഞ വാചകം ശരിയാണ്, കലിമത്ത് ഹഖാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അത് ദുരുദ്ദേശമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന എത്രയോ ശത്രുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ദീനിന്റെ ശത്രുക്കളുണ്ട്, അഥവാ ദീനിനെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ടെന്നർത്ഥം. പഠനത്തിന്റെ പിന്നിൽ പോകുന്നത്, പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്നത് ആരാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ അതിന്റെ വിത്ത് എന്ന് പറയുന്നത്, ഒരാൾ എത്ര പഠിച്ച് വളർന്നു വലുതായാലും അതിന്റെ വിത്ത്, അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് മദ്രസയാണ്. മദ്രസയിൽ നിന്നാണ് ഒരാൾ എത്ര ഉയർന്നു പോയാലും അതിന്റെ ആദ്യ കല്ല്, അടിത്തറ മദ്രസയാണ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മക്കളെ ഭൗതികമായ കലാലയങ്ങൾ പറഞ്ഞയക്കുമ്പോൾ അവിടെ പലരും ചെയ്യുന്നത് മദ്രസ പഠനം അങ്ങ് നീക്കി വെച്ചിട്ട് അത് സ്കൂളിൽ നിന്ന് ലഭിക്കും, അവിടെ ഒരു മോറൽ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡോ ഒരു അര പീരീഡോ കിട്ടും, അത് മതിയെന്ന് വെക്കുന്നവരുണ്ട്. അതുപോരാ, മദ്രസയിൽ വന്ന് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ പഠിക്കണം. ഈ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന താരീഖും അഖ്ലാഖും സീറത്തുൻ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഖുർആനും അത് വേറൊരിടങ്ങളിലും പോയാലും ലഭിക്കില്ല. അതുകൊണ്ട് ആ സംവിധാനത്തെ അതിനർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് കഴിയണം. അതിനുതകുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെയുമുണ്ട്. നമ്മുടെ മക്കളെയും ഈ ഒരു സമയത്ത് അവിടെ ചേർക്കുവാനും അവരെ ഉന്നതമാരായ നല്ല വിശ്വാസികളായി, നല്ല ലക്ഷണമൊത്ത മുസ്ലിങ്ങളായി അവരെ വളർത്തുവാനുമുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് ഈ രംഗത്ത് വേണ്ടതുണ്ട്. ആ കാര്യത്തിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം മക്കളുടെ നന്മക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക കൂടി വേണം. മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ, മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യും. മക്കൾക്ക് എതിരെയുള്ള പ്രാർത്ഥനകളും കബൂൽ ചെയ്യും. പലപ്പോഴും മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ ആ പ്രാർത്ഥന കബൂൽ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നടക്കും സംഗതി. അതുകൊണ്ട് മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നീയൊന്നും നന്നാവില്ല, ഗുണം പിടിക്കില്ല
എന്നൊക്കെ പറഞ്ഞ മക്കളെ ശപിക്കുന്ന ആളുകളുണ്ട്. വളരെ വലിയ അപരാധമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തദ്ഉ വലാ അൻഫുസികും വലാ തദ്ഉ വലാ ഔലാദികും വലാ തദ്ഉ വലാ അംവാലികും. നിങ്ങൾ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ ധനത്തിനെതിരെ അതൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്ത്. 3 പ്രാർത്ഥനകൾ അതിന് ഉത്തരം കിട്ടും, അത് അല്ലാഹു തആല ഖബൂൽ ചെയ്യും. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ദഅവത്തുൽ മദ്ലൂം, മർദിതന്റെ പ്രാർത്ഥനയാണ്. ഒരാളോട് നമ്മൾ ദുൽമ കാണിച്ചാൽ, ഒരാൾ മർദ്ദിക്കപ്പെട്ടവനാണ്, അവനോട് ദുൽമ കാണിച്ചിട്ടുണ്ട്, അവൻ പീഡിതനാണ്, അവന്റെ പ്രാർത്ഥന, പീഡിതന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയും അല്ലാഹു തആല ഖബൂൽ ചെയ്യും, സ്വീകരിക്കും. വദഅവത്തുൽ വാലിദി അലൽ വലദ്, മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ അതും അല്ലാഹു തആല ഖബൂൽ ചെയ്യും. അതുകൊണ്ട് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു സന്ദർഭം പറഞ്ഞത്, യാത്രക്കാർ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം 1 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ 4 മണിക്കൂറും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ആ 4 മണിക്കൂറുകളിലൊക്കെ ആവും വിധം മക്കളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. ആ സമയമൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. അത് പ്രവാചകന്മാരുടെ മാതൃക കൂടിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 3 പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ കുടുംബത്തെയും മക്കളെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന, ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, ഈ നാടിനെ, മക്കയെ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണേ, എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ, ശിർക്കിൽ പോയി ചാടാതെ ഞങ്ങളെ കാക്കണേ എന്ന് ഇബ്രാഹിം നബി തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, എന്റെ സന്തതികളെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉമ്മത്തും മുസ്ലിമത്താക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി സൂറ അൽ ബഖറയുടെ 128 നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി മാത്രമല്ല, വേറെയും ഒരുപാട് പ്രവാചകന്മാർ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റി അത് അനുകരിച്ചുകൊണ്ട് മക്കളുടെ ഗുണത്തിന് വേണ്ടി, ഖൈറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ മക്കൾ നമുക്കെതിരെ തന്നെ തിരിയുന്ന സാഹചര്യമുണ്ടാകും. നമ്മൾ തന്നെ മക്കളെ, അവരെ നരകത്തിലെറിഞ്ഞ് രക്ഷപ്പെടാൻ ആലോചിച്ചു പോകും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമീദിൻ ബിബനി, സ്വന്തം മക്കളെയും കുടുംബത്തെയും അതേപോലെ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നരകത്തിലിട്ടിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന നാൾ വരാനുണ്ടെന്ന് പറയുന്നത് ഖുർആനാണ്. അല്ല പറയാൻ, അങ്ങനെ ഒരു ഭീകരമായ നാള് വരാനുണ്ട്. ഈ മക്കൾ നരകത്തിൽ, അവരെല്ലാം നരകത്തിലിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. അതേസമയം തഖ്വയോടുകൂടെ ഭക്തരായി മുവഹിദുകളായി ജീവിച്ചാൽ കുടുംബസമേതം സ്വർഗത്തിൽ പോകാനും പറ്റും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കുക. ഇനി നമ്മുടെ ബാധ്യതകളെല്ലാം നിർവഹിച്ചിട്ടും മക്കളൊന്നും നമ്മൾ വിചാരിച്ച റൂട്ടിലേക്ക് വന്നില്ല എന്ന് വിചാരിക്കുക എങ്കിൽ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാവില്ലല്ലോ. നമുക്കവിടെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയിട്ടും സ്വന്തം ഒരു മകൻ അദ്ദേഹത്തിന്റെ റൂട്ടിലേക്ക് വന്നിട്ടില്ല. അത് നൂഹ് നബിയുടെ തർബിയത്തിന്റെ കുഴപ്പമല്ല, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തർബിയത്തിന്റെ കുഴപ്പമോ പോരായ്മയല്ല, അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്.
എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, ഞാൻ ഇങ്ങനെ ഒരു ക്രിമിനലായി മാറുവാനുള്ള കാരണമെന്ന് നാളെ മക്കൾ പറയുന്ന അവസ്ഥയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല കുറ്റവാളികളും അവരോട് അവരുടെ അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ മാതാവിനെ കാണണമെന്നും മാതാവിനെ കണ്ടപാടെ ആലിംഗനം ചെയ്ത് ആ മാതാവിന്റെ ചെവി കടിച്ചു പറിച്ചെടുത്ത ക്രിമിനലുകളെ കുറിച്ച് പത്രത്തിൽ വളരെ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ടാ അയാൾ പറയുന്നത്, ഈ തള്ളയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ക്രിമിനലായി മാറുവാനുള്ളതിന്റെ കാരണമെന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ആ വിധത്തിലാകാതിരിക്കാൻ, നമ്മുടെ കുടുംബമോ മക്കളോ ആ വിധത്തിലാകാതിരിക്കാനുള്ള ശ്രദ്ധ, സജീവമായ ശ്രദ്ധയും പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം സമ്മേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم احينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم